ഹലോ മക്കളെ, ബാക്ക്ലോഗ്സ് ഇതെവിടുന്ന് വരുന്ന ഈ സാധനം അല്ലേ? എത്ര വേണ്ടാന്ന് വെച്ചാലും അല്ലെങ്കിൽ എത്ര ശ്രമിച്ചാലും എങ്ങനെയായാലും ഈ സാധനം കയറി വരും അല്ലേ? ബാക്ക്ലോഗ്സ് വന്നിരിക്കും. എല്ലാവരും ഇപ്പോൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ കറക്റ്റ് എന്താണ് റൂട്ടിൽ പോവുക അല്ലെങ്കിൽ കൃത്യമായി ഇന്നത്തെ ടൈം കൊണ്ട് തീർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എത്രത്തോളം അതിന് ഇരുന്ന് കഴിഞ്ഞാലും പലർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഈ സംഭവം കയറി വരില്ല. അതെങ്ങനെ വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇരുന്ന് പഠിക്കുന്നുണ്ടാവാം, പക്ഷേ എങ്ങനെയൊക്കെയോ അത് സംഭവിക്കും. ഓക്കെ, അത് സംഭവിക്കും, നോർമലാണ്, വരുന്ന കാര്യമാണ്. വേണ്ടത് നമ്മൾ വിചാരിച്ച ടൈമിൽ തീർക്കാൻ പറ്റണമെന്നില്ല അല്ലേ? നമ്മുടെ പ്ലാനും കാര്യങ്ങളൊന്നും വേണ്ട പോലെ വർക്ക് ആവണമെന്നില്ല. അതെല്ലാ കാര്യത്തിലും എപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ? ഏത് കാര്യം നമ്മൾ പ്ലാൻ ചെയ്താലും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ അങ്ങോട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ക്ലിയർ ചെയ്യണം. അത് ചെയ്യാതിരിക്കുന്നതാണ് മിസ്റ്റേക്ക്. ഇത് വരുന്നതല്ല മിസ്റ്റേക്ക്. ഇത് കൃത്യമായിട്ട് ഈ ബാക്ക്ലോഗ് നമ്മൾ കൃത്യമായി ക്ലിയർ ചെയ്ത് പോവാത്തതാണ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് മക്കൾ എന്താക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അത് നമുക്ക് കൃത്യമായിട്ട് എന്താക്കണം, ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അല്ലെങ്കിലാണ് നമ്മൾ ബുദ്ധിമുട്ടാൻ പോകുന്നത്. റെഡി? അപ്പോൾ അതാ നമ്മൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോഴാണ് എന്താണ്, ഇപ്പം പലർക്കും ഉള്ളൊരു കാര്യമാണ്, നല്ലോണം ബാക്ക്ലോഗ്സ് ഉണ്ടാവും. കൃത്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ റൂട്ടിൽ അല്ലേ, നമ്മളെ റൂട്ടിനനുസരിച്ചല്ല നിങ്ങൾ പലരും പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ റൂട്ടിൽ നിങ്ങൾ പോകണം. നമുക്കറിയാം, നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലെ? അത് എന്താണ്, നമ്മളങ്ങനെ സംഭവിക്കും. ബിഹൈൻഡ് ഓഫ് സിലബസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യെസ്, ഓട്ടോമാറ്റിക്കലി എന്താ നമ്മൾ പിന്നിലായി പോവുകയാണ്. പക്ഷെ നമുക്ക് ചെയ്യേണ്ടത് അല്ലെ എന്താകണം, ഇൻ ഫ്രണ്ടാണ്. നമ്മൾ പിന്നിലല്ല വേണ്ടത്, നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. ചെയ്യേണ്ടത് നമ്മൾ ഈ കാര്യം തന്നെയാണ്. എങ്ങനെ നമ്മളിത് ചെയ്യും, ആ കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു, നമ്മളൊരു വർഷം നമുക്ക് പോകേണ്ട ഒരു റൂട്ട് മാപ്പ് ഉണ്ട്. ഓക്കെ, ഒരു റോഡ് ഉണ്ട് കൃത്യമായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അതായത് നമ്മൾ ആദ്യത്തെ ക്വാർട്ടർലി എക്സാമിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബാച്ചിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഏകദേശം ഒരു ഓഗസ്റ്റിലായിരിക്കും നമുക്ക് ആ എക്സാം ഉണ്ടാകുക, സെക്കൻഡ് വീക്കിൽ. പക്ഷേ നമ്മൾ ബാച്ചിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ബാച്ചിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ജൂലൈയിലാണ്. ജൂലൈ പകുതി ആകുമ്പോഴേക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ അവിടെ ഒരു 1 മന്ത് വരുന്നുണ്ട്. ഒരു 1 മന്ത് അവിടെ ഗ്യാപ്പാണ്. അതേപോലെ തന്നെ ആ ഡിസംബർ നമ്മളെ എക്സാം, ഇത് ക്രിസ്മസ് എക്സാം നമുക്ക് ഏകദേശം എപ്പോഴാണ് ഹാഫ് ഇയർലി എക്സാം ഉണ്ടാവുക? ഡിസംബറിൽ ഏകദേശം സെക്കൻഡ് വീക്കിലാണ്. അത് നമ്മൾ ഏകദേശം നവംബറിൽ കംപ്ലീറ്റ് ചെയ്യും. അതായത് അവിടെ നമുക്ക് എന്താണ് ഒരു 1 മന്ത് ഉണ്ട്. ഓക്കെ, എന്തിനാണ് ഈ 1 മന്ത്? ഈ മാപ്പ് നമുക്ക് എന്താണ്, ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ബാക്ക്ലോഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കൃത്യമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെയാണ് എന്താക്കേണ്ടത്, തീർക്കേണ്ടത്. അപ്പോൾ അത് ഏത് ടൈമിൽ തീർക്കണം അല്ലെങ്കിൽ എങ്ങനെ തീർക്കണം എന്നതാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ എങ്കിൽ ആദ്യം മക്കൾ ഈ കാര്യം ഓർത്ത് വെക്കുക. റെഡി? ഓർത്ത് വെക്കാം. ഇവിടെ രണ്ട് എക്സാമിന്റെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീർക്കേണ്ട ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഈ ഒരു 1 മന്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, ഇരുന്ന് പഠിക്കാം. പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. എന്നാൽ നമുക്ക് അത്രത്തോളം അടിപൊളിയാക്കാം ഈ എക്സാമുകൾ. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതാണ് മാപ്പ്. സോ ഈ മാപ്പാണ് ആദ്യം മക്കൾ ബാക്ക്ലോഗ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ഇരിക്കുമ്പോഴോ മക്കൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. റെഡി? യെസ്, ഓണം എക്സാമിന് മുൻപ് എത്ര തീർക്കണം, അത് എപ്പോൾ തീർക്കണം, എപ്പോഴേക്ക് പഠിച്ച് നമ്മൾ തീർക്കണം, അത് തീർക്കണം. ഓണം എക്സാമിന് ഒരു 1 മന്ത് മുൻപെങ്കിലും നിങ്ങൾ അതിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ബാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാച്ചിലെ മക്കൾ അങ്ങനെയാണ് പോകുന്നത്. റെഡി? യെസ്, അതേപോലെ തന്നെയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ കേസ്. ഇനി ഇത് എങ്ങനെ മാറ്റാം, എങ്ങനെ നമുക്കിത് ചെയ്യാം? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത മക്കളാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് എന്തെന്ന്, 1 ഷോട്ട്. റെഡി? ഇപ്പൊ നമുക്കറിയാം എന്താണ്, എന്തെങ്കിലും ഒരു ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഒരു 1 മന്തോളമായി, 1 മന്തിന്റെ എബോ ആയി നമ്മൾ എന്തായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇപ്പോൾ എന്താണ് ജോയിൻ ചെയ്ത കുട്ടികൾ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന മക്കൾക്ക് മിനിമം ഒരു 6, 7, 8 ചാപ്റ്റേഴ്സ് അവർക്ക് ബാക്ക്ലോഗ് ഉണ്ടാവും. ഐ മീൻ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒരു 1 മന്ത് ഗ്യാപ്പിൽ നമ്മുടെ മെയിൻ കോഴ്സ് സബ്ജക്റ്റുകളിലൊക്കെ ഏതാണ് 1, 2 ചാപ്റ്ററോളം നമ്മൾ കഴിയാറായിട്ടുണ്ടാവും. റെഡി? അത് നോക്കുകയാണെങ്കിൽ ഒരു 6, 7, 8 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്താക്കുന്നുണ്ടാകുക, ഇപ്പം ബാക്ക്ലോഗ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. റെഡി? നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഒരു ഏകദേശം ഈ ഒരു മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ കൃത്യമായ റൂട്ടിലെത്തുക. അതായത് ഈ ചാപ്റ്റേഴ്സ്, ഈ ബാക്ക്ലോഗ്സ് ഈ മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? 1 ഷോട്ട്. ഓക്കെ, നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ബാച്ചിലൊക്കെ കൃത്യമായിട്ട് 1 ഷോട്ട് അവൈലബിൾ ആണ്. അത് കൃത്യമായിട്ട് കാണുക. ഓക്കെ, അതെങ്ങനെ കാണണം?
സെക്കൻഡ് മെത്തേഡ് നമ്മളെ സ്റ്റഡി മെത്തേഡാണ്. ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഒരു ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുക. ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. അത് നിങ്ങൾക്ക് എന്താക്കാം, വീക്കിലി യൂസ് ചെയ്യാം. ഓക്കെ, വീക്കിലി ആണ് നിങ്ങൾ അത് സെറ്റ് ചെയ്യുക. ഒരു വീക്കിലി നമുക്കൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. ഈ ഒരു ആഴ്ച കൊണ്ട് ഞാൻ ഇത്രയും ഇത് തീർക്കും. ഓക്കെ, ഇത്രയും ബാക്ക്ലോഗ് ഉള്ളത് തീർക്കും. ആ ബാക്ക്ലോഗ് മാത്രം ഫോക്കസ് ചെയ്യുകയല്ല, അവിടെ നമ്മൾ എന്താക്കണം ഇപ്പൊ പോകുന്നത് കൃത്യമായി നമ്മൾ അതേപോലെ പഠിച്ചു പോകണം. അതല്ലാതെ എക്സ്ട്രാ കാര്യമാണിത്. ഏതാണ് ഇത്? എക്സ്ട്രാ ചെയ്യേണ്ടതാണ്. എക്സ്ട്രാ ചെയ്യേണ്ട കാര്യമാണ്. എന്താ? ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക ഓരോ വീക്കിലേക്കും. അതായത് നിങ്ങളൊരു 3-4 മണിക്കൂറാണ് ഹവർലി നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഒരു ദിവസം അതെന്താക്കുക, ഒരു 4-5 ഹവർ ആക്കുക. 1 അവർ എക്സ്ട്രാ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. 1 അവർ എക്സ്ട്രാ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കൂ. വീക്കിലി നിങ്ങൾക്ക് എത്ര ഒരു വീക്കിലി നോക്കുന്ന സമയത്ത് ഒരു 7 മണിക്കൂർ നിങ്ങൾക്ക് എന്താവും കിട്ടിയിരിക്കും എക്സ്ട്രാ. ആ ഒരു 7 മണിക്കൂർ കൊണ്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ്, നമ്മൾ ആദ്യത്തെ ചാപ്റ്ററുകളൊക്കെ ആകുമ്പോൾ വലിയ തോതിൽ എന്താണ് അത്രത്തോളം വലിപ്പമൊന്നും വരില്ല. ഒന്നാം ചാപ്റ്റർ നമ്മൾ അക്കൗണ്ടൻസിയുടെ കേസ് പറയുകയാണെങ്കിൽ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. സെക്കൻഡ് ചാപ്റ്റർ കുറച്ച് നല്ല വലിപ്പമുണ്ട്. പക്ഷേ ആദ്യ ചാപ്റ്റർ നമ്മൾ കുറച്ചേ ഉള്ളൂ. അത് നമുക്ക് എന്താ ഈ ഒരു വീക്ക് വേണ്ടി വരില്ല, അല്ലെങ്കിൽ ആ ഒരു 7 ഹവർ വേണ്ടി വരില്ല നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെ തന്നെ ഓരോ സബ്ജക്റ്റിനും. സോ എന്താണ്, ഒരു വീക്ക് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് അക്കൗണ്ടൻസി ആയാലും ബിസിനസ് ആയാലും എക്കണോമിക്സ് ആയാലും അതിൻ്റെ ഒക്കെ ആദ്യത്തെ 1-2 ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. റെഡി? രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്കറിയാം എന്ത് വരും നമുക്ക്. രണ്ടാമതല്ല, മൂന്നാമത് നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഐറ്റമാണ് ഇത് ഹോളിഡേയ്സ്. ഇരിക്കുക. ഓക്കെ, എല്ലാ പരിപാടികളൊക്കെ ചെയ്തോ. ഓക്കെ, മക്കൾക്കുള്ള വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തോ. എവിടെ പോകാനുണ്ടെങ്കിലും ഒക്കെ കണ്ടോ, എല്ലാം ബോർഡ് അല്ലെങ്കിൽ സിനിമ കാണാണ്ടോ ഒക്കെ കണ്ടോ. പക്ഷേ അവിടെ നിങ്ങൾ എന്താക്കുക, ഒരു ടൈം ഒരു ടൈം സെറ്റ് ചെയ്യുക. ഒരു ഹോളിഡേ ആണെങ്കിൽ അല്ലെങ്കിൽ ആ വീക്കെൻഡ് ആയാലും എപ്പോൾ വേണമെങ്കിലും. ഓക്കെ, വീക്കെൻഡ് ആയാലും ആ വീക്കെൻഡിൽ നിങ്ങൾ എന്താണ് ഒരു ടൈം എത്രയാണ് അത് നിങ്ങൾ എന്താക്കുക സെറ്റ് ചെയ്യുക. ഞാൻ പറയുന്നു മിനിമം എന്താക്കുക 1 അവർ. മിനിമം 1 അവർ ആണ് സാറ് പറയുന്നത്. മിനിമം 1 അവർ എന്താക്കുക മാറ്റി വെക്കുക. ഏറ്റവും മിനിമം നിങ്ങൾക്ക് എത്രത്തോളം അവൈലബിൾ ആവും അത്രത്തോളം നിങ്ങൾ ചെയ്യുക. ഓക്കെ, മറ്റൊരു വർക്കും ഇല്ലെങ്കിൽ, ഒന്നും ചെയ്യാനില്ലെങ്കിൽ, എവിടെയും പോകാനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഈ 1 അവർ എന്നുള്ളത് എങ്ങോട്ടാക്കാം, ഒരു 3 അവറോ 4 അവറോ ഒക്കെ ആക്കാം. റെഡി? അവിടെ കൊണ്ട് നിങ്ങളൊരു ബാക്ക്ലോഗ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും അല്ലെങ്കിൽ വലുതൊന്നും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനില്ല മക്കളെ. അത്രയും വലിയ കാര്യമാണ്. ശ്രദ്ധിക്കുക. അപ്പം ഈ കാര്യങ്ങൾ മക്കൾ ആദ്യം ഓർത്തേക്കുക. നമുക്ക് 1 ഷോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുന്നതിൽ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് 1-2 മണിക്കൂർ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താക്കുക, ബാക്കി ഒരു ഹോളിഡേയോ അല്ലെങ്കിൽ വീക്കെൻഡിൽ ഒരു ദിവസമോ കൂടി അതിനെന്താക്കുക സ്പെൻഡ് ചെയ്യുക. അങ്ങനെ പോയാൽ മതി. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ബാക്ക്ലോഗ് വന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റിയിരിക്കും. റെഡി? ഓക്കെ, ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മാക്സിമം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ജൂൺ 30 ആകുമ്പോഴേക്കും നിങ്ങൾ എന്താണ് ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു മാപ്പ് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഈ ഒരു നമ്മൾ ബാച്ചിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു മാപ്പിൽ ഈ ഒരു മാസം കൊണ്ട് നമ്മൾ എത്രത്തോളം കവർ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു 1 മന്ത് മുൻപേ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ച കുട്ടികൾ ഇപ്പോൾ എവിടെ എത്തി, അവിടെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ ജൂൺ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഈ ഹോളിഡേ വീക്കെൻഡുകൾ അല്ലെങ്കിൽ എന്താണ് നമ്മളെ പഠിക്കുന്ന ആ ഒരു ടൈം അല്ലെങ്കിൽ നമ്മളെ 1 ഷോട്ട് കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, റെഡി? ഇതാണ് കാര്യം. നമുക്കറിയാം ബാക്ക്ലോഗ് നമ്മൾ കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും. സോ അത് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അത് വരും, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സംഭവിക്കും. ബാക്ക്ലോഗ് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ പറ്റാത്ത സാഹചര്യം വരും. പക്ഷെ അത് വരുന്നത് നോർമലാണ്. പക്ഷെ അതെന്താണ്, നമ്മൾ ക്ലിയർ ചെയ്ത് പോവാത്തതാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. റെഡി? അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെ മുന്നോട്ട് പോവുക, ബാക്ക്ലോഗ്സ് ഒക്കെ ക്ലിയർ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് ഈ വർഷം നല്ല മാർക്ക് വേണം. അതാണ്. റെഡി? വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.